സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നും മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ വാർത്തകൾ വരാറുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോതമംഗലത്തേക്ക്. കോതമംഗലംകാർക്ക് കാട്ടാനശല്യം ഇല്ലാത്ത ഒരു ദിവസം പോലുമില്ല. പദ്ധതികൾ പലതും നടപ്പിലാക്കി. ഒടുവിൽ സൗരോർജ്ജ വേലി വരെ. ഇനി നടപ്പിലാക്കാൻ പദ്ധതികളില്ല. എന്നിട്ടും കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കോതമംഗലം മേഖലയിലെ പല പഞ്ചായത്തുകളും. കൃത്യമായ പ്ലാനിങ്ങോടെ പദ്ധതികൾ നടപ്പിലാക്കണം എന്നാണ് ഈ മേഖലയിലുള്ള ജനങ്ങൾ പറയുന്നത്. കോട്ടപ്പടി, പിണ്ടിമല, വേങ്ങൂർ ഗ്രാമപഞ്ചായത്തുകളിൽ 30 കിലോമീറ്റർ നീളത്തിൽ സൗരോർജ്ജ വേലി നിർമ്മിക്കും. പല പ്രദേശങ്ങളിലും സൗരോർജ്ജ വേലി ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു. വയനാട് മോഡൽ എലി ഫെൻസിംഗ്. പക്ഷേ വന്യമൃഗശല്യത്തിൽ നിന്ന് കോതമംഗലംകാർക്ക് മോചനമില്ല. കാട്ടാനശല്യത്താൽ ഉപജീവനമാർഗമായി കൃഷി പോലും നടത്താൻ കഴിയാതെ ദുരിതത്തിലാണ് കോതമംഗലം നിവാസികൾ. ഇന്നു പുലർച്ചെ കോതമംഗലം കോട്ടപ്പടി കൂവക്കണ്ടം ഭാഗത്തെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായാണ് കൃഷി നശിപ്പിച്ചത്. കോട്ടപ്പടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ ഉൾപ്പെടുന്ന കൂവക്കണ്ടം ഭാഗത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം മനോജ് എന്ന കർഷകന്റെ 20ഓളം വാഴ, 1 ഏക്കറോളം പൈനാപ്പിൾ, 500ഓളം ചക്ക, ഫെൻസിംഗ്, കയ്യാലകൾ എന്നിവ നശിപ്പിച്ചു. ഉണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. ആന വന്ന് കയറിയിട്ട് ഒരു 600 വാഴ വെച്ചതിൽ ഒരു 200 വാഴയുടെ അടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ 1 ഏക്കറോളം പൈനാപ്പിൾ ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് 2 വർഷത്തിന് മുകളിലായി. ഇന്ന് പുലർച്ചെ തന്നെയാണ് മറ്റൊരു ആക്രമണവും ഉണ്ടാകുന്നത്. പിണ്ടിമനയിലുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടം. ഇപ്പോൾ ആന മരം മറിച്ചിട്ടുകൊണ്ട് ഇതിനകത്ത് കയറി നശിപ്പിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. വന്യജീവികൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല സർക്കാർ. ആ രീതിയിലുള്ള വളരെ കർഷകരെ വളരെ വിലയില്ലാത്തവരാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടു, ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാട്ടാനയെ തുരത്തുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന ഫെൻസിംഗ് തകർത്തുകൊണ്ടാണ് ഇവ കൂട്ടമായി എത്തുന്നത്. വേനൽ കടുത്തതോടെ കാട്ടാനകൾ ഇറങ്ങുന്നതും കൂടിയിരിക്കുകയാണ്. ഉണ്ടായ നഷ്ടങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വേണമെന്നും കാട്ടാനയെ തുരത്തുന്നതിന് കൃത്യമായ പ്ലാനിങ്ങോടെ പദ്ധതികൾ തയ്യാറാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. പലയിടത്തും കാട്ടാനയെ തുരത്താൻ വയനാട് മോഡൽ എലി ഫെൻസിംഗ്. അങ്ങനെ വന്യമൃഗശല്യം അപ്പാടെ ഇല്ലാതാക്കാൻ പയറ്റാത്ത വഴികളില്ല. എന്നിട്ടും കോതമംഗലംകാർക്ക് വന്യമൃഗത്തിൽ നിന്നും അറുതിയില്ല എന്നതാണ് സത്യം. ആൻമരിയ സനി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.